സന്നിധാനത്തേക്കാണ്. അവിടെ പുതിയ ഭസ്മക്കുളം നിർമ്മിക്കാൻ പോവുകയാണല്ലോ. പിന്നെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. തന്ത്രി കണ്ഠര് രാജീവര്, ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് എന്നിവർ ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. നമുക്ക് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിലേക്കും വിവരങ്ങളിലേക്കും ഒക്കെ പോകണം. സന്നിധാനത്ത് നിന്ന് മിഥുൻ മുരളിയുണ്ട്, ഒപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒപ്പം ചേരുന്നത് മനസ്സിലാക്കുന്നു. മിഥുൻ, ഭസ്മക്കുളത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു, വിവരങ്ങൾ എന്താണ്? അല്പസമയം മുൻപ് ശബരിമലയിൽ നിലവിലുള്ള ഭസ്മക്കുളം നിലനിർത്തിക്കൊണ്ട് തന്നെ നടപ്പന്തലിന്റെ മുൻവശത്ത് 18-ാം പടിക്ക് താഴെയായിട്ട് നിർമ്മിക്കുന്ന പുതിയ ഭസ്മക്കുളത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം തന്ത്രി കണ്ഠര് രാജീവരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും ചേർന്ന് നിർവഹിച്ചു. വളരെ വേഗത്തിൽ തന്നെ ഈ കുളത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ദേവസ്വം ബോർഡിൽ നിന്നും അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. സർ, എങ്ങനെയാണ്, എത്ര കാലാവധിക്കുള്ളിലാണ് ഈ ഒരു കുളത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുക? എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ പ്രദേശത്ത്, ഈ ഭാഗത്ത് ഇനി കൊണ്ടുവരിക? അതായത് ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ വേണം. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് ഒരു ആധുനിക സാങ്കേതിക സൗകര്യത്തോടു കൂടിയുള്ള ഒരു ഭസ്മക്കുളം ഒരുക്കുവാൻ വേണ്ടി ബോർഡ് തീരുമാനിച്ചിട്ടുള്ളത്. അത് ദേവപ്രശ്നവുമായി ബന്ധപ്പെട്ടും ഹൈപ്പവർ കമ്മിറ്റിയുടെ അംഗീകാരത്തിന് വിധേയമായിട്ടുമാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. കുംഭൻ രാശിയിൽ ഇപ്പോൾ ഒരു ഭസ്മക്കുളമുണ്ട്, അതെവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് മീനൻ രാശിയിൽ കൂടി ഒരു കുളം വേണമെന്ന് നമ്മൾ തീരുമാനിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ നിർമ്മാണോദ്ഘാടനം ബഹുമാനപ്പെട്ട തന്ത്രിയും ഒക്കെ ചേർന്ന് നിർവഹിച്ചത്. ഇത് 6 മാസം കൊണ്ട് പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എന്തായാലും അടുത്ത സീസൺ മുമ്പായി പണി പൂർത്തീകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭക്തർക്കുള്ളൊരു സംശയമായിരിക്കും, നിലവിൽ ഒരു ഭസ്മക്കുളമുണ്ട്, ഇവിടെ പുതിയ ഭസ്മക്കുളം, രണ്ടിനും ഭസ്മക്കുളം എന്ന് തന്നെ വിളിക്കാൻ സാധിക്കുമോ? അല്ല, അങ്ങനെ ഒരു സാങ്കേതിക പ്രശ്നത്തിന് നമുക്കിപ്പോൾ ആ സാങ്കേതികത്വത്തിൻ്റെ ഒരു പ്രശ്നമല്ല. ഞങ്ങളുടെ വിഷയം ഒരു ദിവസം സീസണിൽ 1 ലക്ഷത്തിൽ പരം ആളുകളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നിലവിലുള്ള ഒരു ഭസ്മക്കുളം എന്ന് പറയുന്നത് നിങ്ങൾ താഴെ അവിടെ നമുക്ക് അത് നിലവിൽ അത് തുടരുക തന്നെ ചെയ്യും. ഒപ്പം തന്നെ കൂടുതൽ സൗകര്യങ്ങൾ നമുക്ക് വേണം. കൂടുതൽ സാങ്കേതിക വിദ്യയുടെ ശുദ്ധീകരണ സംവിധാനങ്ങളിൽ കൂടി, ആധുനിക സാങ്കേതിക വിദ്യ ശുദ്ധീകരണ സംവിധാനങ്ങൾ കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ വരട്ടെ, ആ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധമായ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്നുള്ളതാണ് ഉദ്ദേശം. അത് സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെ ഉദ്ദേശം അതാണ്. അതിനാണ് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി മുന്നോട്ട് പോകുന്നത്. അത് ഭസ്മക്കുളമാണോ ഇത് ഭസ്മക്കുളമാണോ എന്നുള്ളതല്ല പ്രശ്നം. വിഷയം ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ വേണം. അതാണ് ഞങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നം. അതിനൊരു പരിഹാരം എന്നുള്ള നിലയിലാണ് മുത്തറ്റ് ഫിൻകോർപ്പിൻ്റെ CEO മുത്തറ്റ് ഫിൻകോർപ്പ് അല്ല, ICL ഫിൻകോർപ്പിൻ്റെ CEO അഡ്വക്കേറ്റ് KG അനിൽകുമാർ പൂർണ്ണമായും സ്പോൺസർ ചെയ്തിട്ടാണ് സമർപ്പിക്കുന്ന ഒരു വഴിപാടായിട്ടാണ് ഇവിടെ സമർപ്പിക്കപ്പെടുന്നത്. നടപ്പന്തലിന് സമീപത്തുള്ള ഈ ഭാഗത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ പുതിയ കുളവുമായി ബന്ധപ്പെട്ടും ഒരു പുതിയ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിലുള്ള കുളം എന്നുള്ള നിലയിൽ എല്ലാവിധമായ സൗകര്യങ്ങളും, എല്ലാവിധമായ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉൾപ്പെടെയുള്ള എല്ലാവിധമായ സൗകര്യങ്ങളും ഉണ്ടാകും. അതൊരു വലിയ സംവിധാനം തന്നെ ആയിരിക്കും. ശുചീകരണ സൗകര്യം ഇല്ല, അതാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞത്. എല്ലാവിധമായ ആ സ്പോൺസർ നമ്മളോട് പറയുന്നത് കുടിക്കുന്ന വെള്ളം പോലെ ആയിരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ഹൈലി ഡിവോട്ടിയാണ് ഭഗവാന്റെ. അപ്പോൾ അത്ര കണ്ടൊരു ആത്മസമർപ്പണത്തോടു കൂടിയാണ് അദ്ദേഹം ഈ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത് നിർമ്മിച്ച് നൽകാം എന്ന് സമ്മതിച്ചത്. മണ്ഡലകാലത്തിന് മുൻപ് പൂർത്തിയാകും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഭഗവാന്റെ ഒരു അനുഗ്രഹവും കൂടെ ഉണ്ടെങ്കിൽ അത് പൂർത്തിയാകുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഒരു കാര്യത്തിലും കൂടെ, ഇപ്പോൾ നമ്മൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നേരിട്ടുള്ള ദർശനം ക്രമീകരിച്ചപ്പോൾ ഈ ഒരു 18 ദിവസം തിരക്ക് ഉള്ള ദിവസമായിരുന്നു, തിരക്ക് കുറഞ്ഞ ദിവസങ്ങളും കണ്ടു. അപ്പോൾ എങ്ങനെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു വിലയിരുത്തൽ ഇപ്പോഴുള്ള ഈ മാസത്തെ ഈ 18 ദിവസത്തെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ? ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു, ശബരിമലയിലെ ഒരു പോരായ്മ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് നേരിട്ട് ഭഗവാനെ കാണാൻ കഴിയുന്നില്ല. 18-ാം പടി കയറി നേരിട്ട് ഭഗവാനെ തൊഴുവാൻ കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു. അതിനൊരു പരിഹാരം ഉണ്ടാക്കി, അതിനി തുടരുക തന്നെ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും വരുന്നൊരു ചോദ്യം, തിരക്ക് വർദ്ധിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. തിരക്ക് വർദ്ധിച്ചാൽ ഞങ്ങൾ ഫ്ലൈ ഓവർ കൂടി ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യും. അതിനനുസരിച്ചുള്ളൊരു ഹൈബ്രിഡ് സിസ്റ്റമാണ് ഞങ്ങളുടെ മരാമത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തിരക്കൊന്ന് കൂടിയാൽ വെറും 2 മിനിറ്റ് കൊണ്ട് പഴയ സിസ്റ്റം നമ്മൾ പുനഃസ്ഥാപിക്കും. തിരക്കൊന്ന് കുറയുമ്പോൾ ഒരു 50,000-ൽ താഴേക്ക് വന്നാൽ ഞങ്ങളത് ഒരു 2 മിനിറ്റ് കൊണ്ട് തിരിച്ചും. എന്തായാലും ഈ സിസ്റ്റം നമ്മൾ തുടരുക തന്നെ ചെയ്യും, മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഈ 18 ദിവസവും നന്നായി കാര്യങ്ങൾ നടന്നുപോയി എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. 18 ദിവസം തിരക്കും തിരക്കില്ലാത്ത ദിവസം, അപ്പോൾ പ്രാക്ടിക്കലായിട്ട് അതെങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഉറപ്പായിട്ടും ഞങ്ങളിത് തുടർന്നു പോകും. ചിങ്ങമാസ പൂജയ്ക്ക് കുറച്ചുകൂടി നവീകരിക്കുവാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൂടി വരുമ്പോൾ
നമുക്ക് ചിങ്ങമാസ പൂജയ്ക്ക് കൂടുതൽ ആളുകളെ നേരിട്ടുള്ള ദർശനം ക്രമീകരിക്കാൻ സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതെ ഞങ്ങൾ കുറച്ചൊരു ചെറിയ സിസ്റ്റത്തിലും കൂടി കുറേ കാണിക്ക വഞ്ചിയിലൊക്കെ അതിൻ്റെയൊക്കെ ഒരു നീളവും വീതിയും കുറയ്ക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അതും കൂടി വരുമ്പോൾ കുറച്ചുകൂടി ആളുകളെ ഭക്തജനങ്ങളെ തൊഴിപ്പിക്കാൻ പറ്റും. ഒരിക്കൽപുരയിൽ നിന്ന് മുന്നോട്ടുള്ള ഭാഗത്ത് ചെറിയ മാറ്റങ്ങൾ വരും. അതെ മാറ്റം വരും. അപ്പോൾ ചിങ്ങമാസത്തോടുകൂടി ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പരമാവധി സമയം നേരിട്ട് ദർശനം സാധ്യമാണ്. പരമാവധി സമയം ഭക്തർക്ക് നേരിട്ട് തൊഴിൽ. പിന്നെ ഇതൊരു അവസരമല്ലേ, കാരണം ശബരിമലയിൽ ഉണ്ടായിരുന്നൊരു പ്രശ്നമുണ്ടല്ലോ, ഭഗവാനെ നേരിട്ട് കാണാൻ പറ്റുന്നില്ല ഒരു അന്തരീക്ഷം, അതിന് മാറ്റം വരുത്തുകയാണ്. അതിനെ തുറന്നു പോവുക തന്നെ ചെയ്യും. അദ്ദേഹം പറഞ്ഞ പോലെ പുതിയ കുളത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം തന്നെ ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 6 മാസത്തിനുള്ളിൽ അടുത്ത മണ്ഡലകാലത്തിന് മുൻപായിട്ട് നിർമ്മാണം പൂർത്തീകരിക്കും. 2 കുളങ്ങൾ നിലനിർത്തും. കുംഭം രാശിയിൽ അപ്പുറത്ത് സമീപത്ത് ഒരു പത്മതീർത്ഥ കുളമുണ്ട്. അതിന് സമാനമായി തന്നെ മീനം രാശിയിൽ പുതിയതായി പണി കഴിപ്പിക്കുന്ന നിർമ്മാണം ഏറ്റവും വേഗത്തിൽ തന്നെ നടപ്പാക്കും എന്നുള്ളതാണ്. 18-ാം പടിക്ക് താഴെ നടപ്പന്തലിന് മുൻവശത്താണ് ഇപ്പോൾ നിലവിൽ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കുളം നിർമ്മിക്കുന്നത്. ഇവിടെ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ശുചീകരണ സൗകര്യങ്ങളോടൊക്കെ കൂടിയ കൃത്യമായി ശുദ്ധമായ ജലം ലഭ്യമാകുന്ന തരത്തിലുള്ള കുളമായിരിക്കും നിർമ്മിക്കും എന്നുള്ളതാണ് അല്പസമയം മുൻപ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞത്. അതിന്റെ പ്രാരംഭ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് മുന്നോടിയായി തന്നെ നിർമ്മാണം പൂർത്തീകരിച്ച് ഭക്തർക്ക് സമർപ്പിക്കുമെന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു നേരിട്ടുള്ള ദർശന ക്രമീകരണം. ചിങ്ങമാസത്തിന് ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ബലിക്കൽപുരയിൽ നിന്നും ഇപ്പോൾ കാണിക്കവഞ്ചിയും മറ്റ് ക്രമീകരണങ്ങളും ഒരുക്കിയിരിക്കുന്ന ഭാഗത്ത് കുറച്ചും കൂടി മാറ്റം വരുത്തിക്കൊണ്ട് ചില ക്രമീകരണങ്ങൾ കൂടുതൽ ഭക്തജനങ്ങൾക്ക് നേരിട്ടുള്ള ദർശനം ക്രമീകരണം സാധ്യമാക്കുന്ന തരത്തിലേക്ക് ദർശനം ക്രമീകരിക്കുമെന്നും ചിങ്ങമാസ പൂജയ്ക്ക് വേണ്ടി നട തുറക്കുന്ന സമയം മുതൽ മാറ്റം വരുത്തുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. വീണ, മിഥുൻ, ഒരു കാര്യം കൂടി, മേടമാസ പൂജകൾ പൂർത്തിയാക്കി ഇന്ന് നട അടയ്ക്കുകയാണല്ലോ. ഇന്ന് എത്രത്തോളം തിരക്കുണ്ട് രാവിലെ? വീണ, ഇന്നലെ നല്ല തിരക്കായിരുന്നു, മിനിഞ്ഞാന്ന് നല്ല തിരക്കായിരുന്നു, ഇന്ന് ശരാശരി തിരക്കാണ്. നട അടയ്ക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ വൈകിട്ട് ഭക്തജനങ്ങൾ ധാരാളമായി സന്നിധാനത്തേക്ക് എത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ 4 മണിക്ക് മുൻപൊക്കെ ആയിട്ട് മല കയറിയാൽ മാത്രമേ 10 മണിക്ക് ഹരിവരാസനം പാടി നട അടയ്ക്കും മുൻപ് ദർശനം സാധ്യമാകൂ. അതുകൊണ്ട് ശരാശരി തിരക്കാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം 40,000-ന് മുകളിൽ ഭക്തജനങ്ങളാണ് ഇന്നലെ മാത്രം ദർശനം നടത്തിയത്. അതിന് മുൻപുള്ള ദിവസങ്ങളിലും വലിയ തിരക്കായിരുന്നു. അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ കൂടുതലായി എത്തിയ ദിവസങ്ങളായിരുന്നു. കർണാടക, തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തജന പ്രവാഹമായിരുന്നു കഴിഞ്ഞ 5 ദിവസമായി സന്നിധാനത്ത്. 10-ാം തീയതിക്ക് ശേഷം അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ കൂടുതലായി എത്തിയപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് മലയാളികളുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട്. അവധി ദിവസങ്ങളൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് കുഞ്ഞയ്യപ്പന്മാരുമൊക്കെ ആയിട്ട് മലയാളികളും കൂടുതലായി എത്തി. അങ്ങനെ മലയാളികളും അയൽ സംസ്ഥാന ഭക്തജനങ്ങളും തുല്യമായി എത്തിയപ്പോൾ സന്നിധാനം മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് എങ്ങനെയാണോ കാണപ്പെടുന്നത് വലിയ ഭക്തജന പ്രവാഹമായി മാറുന്നത്, ആ ഒരു അന്തരീക്ഷമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സന്നിധാനത്ത് ഉണ്ടായിരുന്നത്. 10-ാം തീയതിക്ക് മുൻപ് വരെ തിരക്ക് കുറവായിരുന്നു, മലയാളികൾ മാത്രമായിരുന്നു കൂടുതലായി എത്തിയതെങ്കിൽ സ്ഥിതിഗതികൾ മാറുന്ന സാഹചര്യമായിരുന്നു 10-ന് ശേഷം ഉണ്ടായിരുന്നത്. തിരുവുത്സവത്തിൻ്റെയും മേടമാസ പൂജയുടെയും വിഷുവിൻ്റെയും എല്ലാം വിശിഷ്ടമായിട്ടുള്ള ആ ചടങ്ങുകൾക്ക് പൂർത്തീകരണമായി ഇന്ന് 18 ദിവസം നീണ്ടുനിന്ന മിനി തീർത്ഥാടന കാലം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ആ ദർശനകാലത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ഇന്ന് നടയടയ്ക്കും. ഇന്നലെ വരെ സന്നിധാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, അത് നടപ്പന്തലിന് സമീപമുള്ള ഭാഗമായാലും മാളികപ്പുറത്തിന് സമീപമുള്ള ഭാഗമായാലും അന്നദാന മണ്ഡപത്തിന് മുൻഭാഗമായാലും അവിടെ എല്ലാം ഭക്തജനങ്ങൾ തമ്പടിക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത് ഇന്നലെ വരെ. അത് ദർശനം കഴിഞ്ഞ ഭക്തജനങ്ങൾ വിശ്രമിക്കുകയും വിരിവെക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവിടെ നിലയുറപ്പിച്ചപ്പോൾ സന്നിധാനം അക്ഷരാർത്ഥത്തിൽ ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞ സാഹചര്യമായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇങ്ങനെ തമ്പടിച്ച് നിൽക്കുന്ന ഭക്തജനങ്ങളുടെയൊന്നും വലിയ സാന്നിധ്യം ഇന്ന് സന്നിധാനത്തെ വിവിധ മേഖലകളിലൊന്നും കാണാനില്ല. വളരെ വേഗത്തിൽ തന്നെ ഭക്തജനങ്ങൾ ദർശനം പൂർത്തിയാക്കി മല ഇറങ്ങുന്നുണ്ട്. ഇന്ന് തിരക്ക് ശരാശരി മാത്രമാണ്. ഇനി വരും മണിക്കൂറുകളിൽ തിരക്ക് കുറയുന്നതിനുള്ള സാധ്യത ഇന്ന് കണക്കാക്കുന്നു. കാരണം വൈകിട്ട് നേരത്തെ 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കുമ്പോൾ ദർശനം പൂർത്തിയായിരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഉച്ചവരെ എത്തുന്ന ഭക്തജനങ്ങളുടെ ഒരു തിരക്ക് മാത്രമായിരിക്കും ഇന്ന് അനുഭവപ്പെടുക. എന്തായാലും പുണ്യകരമായിട്ടുള്ള ഒരു മിനി തീർത്ഥാടന കാലം എന്ന് വിശേഷിപ്പിക്കാവുന്ന 18 ദിവസങ്ങൾക്കാണ് ഇന്ന് സമാപനമാവുക. ഉത്സവത്തിൻ്റെയും വിഷുവിൻ്റെയും മേടമാസ പൂജകളുടെയും എല്ലാം ആ വിശിഷ്ടമായിട്ടുള്ള ചടങ്ങുകളും ദർശിച്ച് നിർവൃതിയോടുകൂടിയാണ് ഈ ദിവസങ്ങളിലെത്തിയ ഭക്തജനങ്ങളെല്ലാം മലയിറങ്ങുകയും ചെയ്തത്.